വിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായമാണ് സൂറത്തുൽ കഹ്ഫ്. അൽ കഹ്ഫിലെ 94-95 വചനത്തിൽ ഒരു ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. ആ ചരിത്രം ദുൽഖർനൈനിൻ്റെയും യഅജൂജിൻ്റെയും മഅജൂജിൻ്റെയും ചരിത്രമാണ്. ഈ ചരിത്രം എന്താണ്, റമളാനുമായിട്ടുള്ള ബന്ധം എന്നായിരിക്കും നമ്മൾ ആലോചിക്കുന്നത്. നേർക്ക് നേരെ റമളാനുമായിട്ട് അതിനൊരു ബന്ധവുമില്ല. ഒരു ആശയം പങ്കുവെക്കാനാണ് ആ ചരിത്രം ഞാൻ ഉദ്ധരിക്കുന്നത്, അല്ലെങ്കിൽ ആ വചനം ഉദ്ധരിക്കുന്നത്. യഅജൂജിൻ്റെയും മഅജൂജിൻ്റെയും അപകടത്തിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ടാണ് ആ നാട്ടിലെ ആളുകൾ ദുൽഖർനൈനിനോട് ഞങ്ങൾക്കൊരു മതിൽ കെട്ടിത്തരണം എന്ന് പറയുന്നത്. അൻ തജഅല ബൈനന വ ബൈനഹും സദ്ദ, അവർക്കിടയിലും നമുക്കിടയിലുമായി ഒരു വലിയ മറ, ഒരു വലിയ മതിൽ കെട്ടിത്തരണം എന്ന് ദുൽഖർനൈനിനോട് അവിടുത്തെ ആളുകൾ ചോദിക്കുകയാണ്. സത്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, റമളാനു നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒരു വലിയ മതിൽ കെട്ടുവാനാണ്, ഒരു വലിയ മതിൽ സൃഷ്ടിച്ചു വെക്കുവാനാണ്. അത് എന്തിനിടയിലാണ്? നമ്മുടെ ജീവിതത്തിലെ ചില ശീലങ്ങൾക്കിടയിലാണ്. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോകുന്ന പല അബദ്ധങ്ങളും പിഴവുകളും സംഭവിക്കാതിരിക്കാൻ ഒരു വലിയ മതിൽ, ഹറാമുകളിൽ നിന്ന് മാറി, തെറ്റുകളിൽ നിന്ന് മാറി തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാനുള്ള ഒരു ശക്തമായ ബലിഷ്ഠമായ ഒരു മതിൽ കെട്ടിയുണ്ടാക്കാൻ റമളാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, റമളാനിൽ ആ മതിൽ കെട്ടുവാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും ആ റമളാനിൽ തന്നെയുണ്ട്. ആ മതിലിനെ എത്രമാത്രം ബലിഷ്ഠമാക്കാനും ശക്തമാക്കാനും സാധ്യമായ എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു മാസമാണ് റമളാൻ എന്ന് പറയുന്നത്. നമ്മൾ സത്യത്തിൽ ഇങ്ങനെ ആലോചിച്ച് നോക്ക്, അള്ളാഹു തിരഞ്ഞെടുത്ത മാസമാണല്ലോ റമളാൻ. 12 മാസങ്ങളിൽ പരിശുദ്ധ റമളാൻ എന്നത് മനുഷ്യർക്ക്, വിശ്വാസികൾക്ക് വ്രതമായും നോമ്പായും ആചരിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്തതാണ്. മനുഷ്യൻ്റെ പ്രകൃതം അറിയുന്ന, മനുഷ്യൻ്റെ സ്വഭാവം അറിയുന്ന, അവൻ്റെ ജീവിത രീതി അറിയുന്ന അള്ളാഹു തിരഞ്ഞെടുത്ത് നിശ്ചയിച്ചു തന്നിട്ടുള്ള മാസമാണ് റമളാൻ. അതെന്തിനായിരിക്കും? നമ്മുടെ ജീവിതത്തിൽ ചിലത് ഇടപെടാനാണ്, ചിലത് തിരുത്താനാണ്, ചിലതിനെ മാറ്റിപ്പണിയാനുണ്ടാകും, ചിലത് കൊണ്ടുവരാനുണ്ടാകും. അതിനുവേണ്ടി അള്ളാഹു നിശ്ചയിച്ചു തന്ന ഒരു മാസം. അപ്പോൾ ഈ റമളാനിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മതിൽ സൃഷ്ടിച്ചെടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അത് തഖ്വയുടേതാണ്, അത് ഈമാനിൻ്റേതാണ്, അത് നന്മയുടെ ഒരു വലിയ മതിൽ കെട്ടിയുണ്ടാക്കാൻ നമുക്ക് സാധ്യമാകണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി അല്ലെങ്കിൽ സ്വഹാബികളിൽ നമ്മൾ വായിക്കുന്ന ഒരു ചരിത്രം, ഉദർ ഗോത്രത്തിൽപ്പെട്ട 2 പേര് ഇസ്ലാം സ്വീകരിച്ചു. ആ 2 പേരും അമുസ്ലിങ്ങളായിരുന്നു. അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാമിൻ്റെ ഭാഗമായി ആ 2 പേരും നന്മയിൽ, സൽപ്രവർത്തനങ്ങളിൽ ഏറെ മുന്നോട്ട് പോയിട്ടുള്ള 2 ആളുകളാണ്. പക്ഷെ അതിലൊരാൾ രക്തസാക്ഷിയായി മരണപ്പെട്ടു, ഷഹീദായി മരണപ്പെട്ടു. മറ്റൊരാൾ സാധാരണ മരണമാണ് സംഭവിച്ചത്. പ്രത്യക്ഷത്തിൽ എൻ്റെയും നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടത് രക്തസാക്ഷിയായിട്ടുള്ള ആളാണ്. അതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത്. എന്നാൽ ത്വൽഹ റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം സ്വർഗത്തിൽ വെച്ച്, അല്ലെങ്കിൽ അദ്ദേഹം കാണുന്നൊരു സ്വപ്നത്തെ പ്രവാചകനോട് സംശയം ചോദിക്കുകയാണ്. ആ സംശയം ഇതാണ്: ഈ 2 പേരും സ്വർഗത്തിലാണ്, പക്ഷേ ഈ 2 പേരിൽ ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് രക്തസാക്ഷിയായ ആളല്ല, സാധാരണ മരണം സംഭവിച്ച വ്യക്തിയാണ്. ഇതാണ് ത്വൽഹ റളിയല്ലാഹുവിൻ്റെ സംശയം. എന്തുകൊണ്ടാണ് രക്തസാക്ഷിയേക്കാൾ മുമ്പേ ഈ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ചത്, ഈ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിച്ചത്? 2 പേരും സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടവരാണ്, പക്ഷേ
രക്തസാക്ഷിയേക്കാൾ, ഷഹീദിനേക്കാൾ ഇദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മാനദണ്ഡം എന്താണ്? ഇതാണ് പ്രവാചകനോടുള്ള ചോദ്യം. അല്ലെങ്കിൽ താൻ കണ്ടത് തെറ്റാണോ എന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തു, താങ്കൾ കണ്ടത് ശരിയാണ്. രക്തസാക്ഷിയേക്കാൾ മുമ്പേ ഈ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണം രക്തസാക്ഷിയേക്കാൾ ഒരു റമളാൻ അധികം ഈ മനുഷ്യന് കിട്ടിയെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ പോരാ. ആ കിട്ടിയതിനെ ആ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തി. ആ റമളാനിനെ ആരാധനകൾ കൊണ്ട്, പ്രാർത്ഥനകൾ കൊണ്ട്, ഇബാദത്തുകൾ കൊണ്ട് ആ മനുഷ്യൻ അത്രമാത്രം നന്മകൾ ചെയ്ത് രക്തസാക്ഷിയേക്കാൾ മുമ്പേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒരു റമളാനിനെ ഉപയോഗപ്പെടുത്തി ആ മനുഷ്യന് സാധ്യമായി എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ റമളാനാണ് നമ്മളിലേക്ക് കടന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുതുബക്ക് വേണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു, ഓരോ റമളാനിൽ നമ്മൾ വെള്ളിയാഴ്ച ജുമുഅക്ക് ഇങ്ങനെ ആളുകളോട് പറയും, എന്താ തുടക്കത്തിൽ നമ്മൾ പറയുക എന്ന് ഒരു പക്ഷേ നമ്മളെക്കാൾ ഓർമ്മയുള്ള സാമിഈങ്ങളായിരിക്കും അവിടെ ഇരിക്കുക. അപ്പോൾ എന്താണ് അവരോട് റമളാനിനെ പറ്റി അവരുടെ മനസ്സിൽ തട്ടുന്ന, ഈ റമളാനിനെ ആത്മാർത്ഥമായി ഉപയോഗപ്പെടുത്താവുന്ന എന്തൊക്കെയാണ് പറയേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചു. അപ്പം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നൊരു കാര്യം, കഴിഞ്ഞ റമളാനിന് ശേഷം ഇതാ ഈ റമളാനിനെ സ്വീകരിക്കാനിരിക്കുന്ന ഈ ദിവസം വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്ര ജനാസ നമസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്? 10-ലേറെയുണ്ട്. അങ്ങനെ ഒരു മനക്കണക്ക് നോക്കിയപ്പോൾ 10-ലേറെയുണ്ട്. 10-ലേറെ ജനാസയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. മയ്യിദ് നമസ്കാരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ആ ആളുകളെക്കാൾ എന്ത് ക്വാളിറ്റിയാണ് എനിക്കുള്ളത്, അവരെക്കാൾ എന്ത് മേന്മയാണ് എനിക്കുള്ളത് ഈ റമളാനിനെ സ്വീകരിക്കാൻ. കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം റമളാനിലെ ഇഅ്തികാഫിരുന്ന, ഖിയാമുൽ ലൈൽ നിർവഹിച്ച, നോമ്പനുഷ്ഠിച്ച, ജുമഅക്ക് പള്ളിയിലുണ്ടായിരുന്ന, അല്ലേ, ചെറിയ പെരുന്നാൾ ആഘോഷിച്ച പലരും ഇന്ന് ഈ റമളാനിനെ സ്വീകരിക്കാനില്ല. ഒരു പക്ഷേ എന്നേക്കാളും നിങ്ങളെക്കാളും ആരോഗ്യമുള്ളവർ, നമ്മളെക്കാൾ സമ്പത്തുള്ളവർ, നമ്മളെക്കാൾ ഇൽമുള്ളവർ, നമ്മളെക്കാൾ സ്ഥാനമാനങ്ങളുള്ളവർ, ഇങ്ങനെ നമ്മളെക്കാൾ ഭൗതികമായ എല്ലാം കൊണ്ടും മുൻപന്തിയിലുള്ള പലരും ഈ റമളാനിനെ സ്വീകരിക്കാനില്ല. എന്താ നമുക്ക് നമ്മുടെ ക്വാളിറ്റി എന്താ? ആലോചിച്ച് നോക്കും നിങ്ങൾ. എന്ത് ക്വാളിറ്റി കൊണ്ടാണ് അവരെക്കാൾ ഈ റമളാനിനെ സ്വീകരിക്കാൻ എനിക്കും നിങ്ങൾക്കും അവസരം കിട്ടിയത്? നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കേണ്ടേ? കാലങ്ങളായി രോഗികളായി കിടക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും, പ്രയാസപ്പെടുന്ന ആളുകളെ കാണാൻ പറ്റും. നമ്മളെക്കാൾ എല്ലാ അർത്ഥത്തിലും ആരോഗ്യമുണ്ടായിരുന്ന മനുഷ്യർ പക്ഷേ ഈ റമളാനിനെ സ്വീകരിക്കാനില്ല. നമ്മളെക്കാൾ ആരോഗ്യമുള്ള ആളുകൾ ഈ വർഷം റമളാനിലെ നോമ്പെടുക്കാൻ പറ്റില്ല. ഞാൻ ഇവിടേക്ക് വന്ന സമയത്ത് എല്ലാ ചൊവ്വാഴ്ചയും ക്ലാസ് എടുക്കുന്ന, മഗ്‌രിബിന് ശേഷം ക്ലാസ് എടുക്കുന്ന പള്ളിയിൽ ഒരാൾ ഇപ്പോൾ വിളിച്ചു ചോദിച്ചു. അത് ചോദ്യം ഇതാണ്, അദ്ദേഹത്തിൻ്റെ സംശയം ഇതാണ്. ഒരാൾ വന്നിട്ട് ഒരു 3800 രൂപ കൊടുത്തിട്ടുണ്ട്. അത് ഫിദിയാണ്. ഏതിൻ്റെ? ഈ വർഷം നോമ്പെടുക്കാൻ കാലങ്ങളായി ആ വരുന്ന സ്ത്രീക്ക് നോമ്പെടുക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ വർഷത്തതിൻ്റെ നേരത്തെ കൊടുക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. ആലോചിച്ച് നോക്കും നിങ്ങൾ. അവരെക്കാൾ നോമ്പെടുക്കാൻ എനിക്കും നിങ്ങൾക്കും എന്ത് ക്വാളിറ്റിയാണുള്ളത്? നമ്മൾ ആലോചിച്ച് നോക്കി. മതപരമായി, ദീനിയായി ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, പടച്ചവൻ നമുക്ക് തരുന്നത് നമ്മൾ ഇനിയും ശരിയാകാനുണ്ട്. നാളെ റബ്ബിൻ്റെ മുന്നിൽ വരുമ്പം, അള്ളാഹുവിൻ്റെ അടുക്കൽ വരുമ്പം നിനക്ക് നന്നാകാനും ശരിയാകാനും നന്മ ചെയ്യാനുമുള്ള സമയം തന്നില്ലേ എന്ന് ചോദിക്കുന്നിടത്ത് ആ സമയം പൂർത്തിയാകാൻ ഈ റമളാൻ കൂടി വേണ്ടി വരും. ഈ റമളാൻ കൂടി വേണ്ടി വരും. അള്ളാഹു അതിനാണ് നമുക്ക് ഈ റമളാൻ കൂടി തരുന്നത്. ഈ റമളാനോട് കൂടി അള്ളാഹു നോക്കുകയായിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങളിതാ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ ഒരു വർഷത്തെ കലണ്ടർ കാണാം. ഈ വർഷത്തെ കലണ്ടറിലെ റമളാനിനെ ഏറെക്കുറെ എനിക്കും നിങ്ങൾക്കും കിട്ടാം. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ആ തൂക്കിയ കലണ്ടർ ഒരു 20 വർഷത്തിനപ്പുറമുള്ളതാണെങ്കിലോ, 2046 കലണ്ടറാണെങ്കിലോ, 20 റമളാൻ എത്ര പേർക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും? എത്ര പേർക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും? അതുകൊണ്ട് അള്ളാഹു നമുക്ക് ഈ റമളാനിനെ നൽകുന്നത്
നമ്മുടെ ജീവിതത്തിൽ ചില ഇടപെടലുകൾ നടത്താനാണ്. നമ്മുടെ ജീവിതത്തിലെ ചില ശീലങ്ങളിൽ കൈവെക്കാൻ സാധിക്കേണ്ടതുണ്ട്. റമളാൻ എന്നത് അത് കേവലം സുബൈക്ക് അല്ലെങ്കിൽ അത്താഴം കഴിച്ച് സുബൈ ബാങ്കോടുകൂടി അന്നപാനീയങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് അവസാനിപ്പിച്ച് മഗ്‌രിബിൻ്റെ സമയത്ത് ആരംഭിക്കേണ്ടുന്ന ഒരു പ്രക്രിയയായി റമളാനിനെ നമ്മൾ കാണുന്നുവെങ്കിൽ ആ റമളാൻ നമ്മുടെ ഒന്നും മനസ്സിൽ ഇടപെടുന്നില്ല. റമളാൻ നമ്മുടെ മനസ്സിലാണ് ഇടപെടേണ്ടത്. തെക്കുവയുണ്ടാകേണ്ടത് തെക്കുവയെ നേടിയെടുക്കാൻ സാധിക്കേണ്ടത് ഹൃദയത്തിലാണ്. അതിന് പരിശുദ്ധ റമളാൻ ഇടപെടേണ്ടത് നമ്മുടെ ജീവിതത്തിലെ പല ശീലങ്ങളിലും റമളാൻ ഇടപെടാൻ സാധിക്കണം. അതുകൊണ്ടായിരിക്കാം അള്ളാഹു ഈ റമളാനിനെ സ്വീകരിക്കാൻ എനിക്കും നിങ്ങൾക്കും അവസരം നൽകുന്നത്. ആ റമളാനിനെ ആ അർത്ഥത്തിലാണ് പ്രിയമുള്ളവരെ നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, പരിശുദ്ധ റമളാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നേരത്തെ സ്വാഗത ഭാഷണത്തിൽ നമ്മൾ കേട്ടില്ലേ, പരലോകത്ത് ഷഫീആയി ശുപാർശകനായി 2 കാര്യങ്ങൾ വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ആ 2 കാര്യങ്ങൾ ഏതാ? ഒന്ന് പരിശുദ്ധ റമളാനാണ്. പരിശുദ്ധ റമളാനാണ്. നോമ്പ് അള്ളാഹുവിനോട് പറയും അത്രേ, മനഅത്ത്, ഞാൻ തടഞ്ഞു. എന്താ തടഞ്ഞത്? അവൻ്റെ ത്വആമിനെ, അവൻ്റെ ഭക്ഷണത്തെ, അവൻ്റെ ആഗ്രഹങ്ങളെ അത് ഞാൻ പകലിൽ തടഞ്ഞവനാണ് ഞാൻ എന്ന് നോമ്പ് അള്ളാഹുവിനോട് പറയുമത്രേ. ഖുർആനും ശുപാർശകനായി വരും. ഖുർആൻ എന്താ പറയുക? വിശുദ്ധ ഖുർആൻ പറയും, ഞാൻ അവനെ തടഞ്ഞു. അവൻ്റെ ഉറക്കിൽ നിന്ന്, അവൻ്റെ മടിയിൽ നിന്ന്, അവൻ്റെ ആലസ്യത്തിൽ നിന്ന് ഞാൻ അവനെ തടഞ്ഞ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ, പഠിക്കാൻ, അതിലേക്ക് അവൻ ഒരുപാട് സമയം കണ്ടെത്തിയെന്ന് ഖുർആൻ നാളെ പരലോകത്ത് ശുപാർശ പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ആ വിശുദ്ധ ഖുർആനിൻ്റെ ആത്മചൈതന്യത്തിലേക്ക് ഈ റമളാനിലേക്ക് നമ്മൾ അടുക്കാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ വിശുദ്ധ ഖുർആനിൽ ആരാധനയെ പറ്റി പറയുന്ന, ഇബാദത്തിനെ പറ്റി പറയുന്ന ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകാം. ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പം നമസ്കാരത്തെ പറ്റി പൂർണ്ണമായി പഠിക്കാൻ എത്ര അധ്യായങ്ങളിലേക്ക് പോകണം? സൂറത്തുൽ ബഖറ നോക്കാം, സൂറത്തുൽ ആൽ ഇംറാൻ നോക്കാം, നിസാ നോക്കാം. അവിടെയൊക്കെ നമസ്കാരത്തെ പറ്റി പറയുന്നുണ്ട്. സക്കാത്തിനെ പറ്റിയോ? ഏറെക്കുറെ നമസ്കാരത്തെ പറ്റി പറയുന്നിടത്തൊക്കെ സക്കാത്തിനെ പറ്റിയുണ്ട്. ഹജ്ജിനെ പറ്റിയോ? ഹജ്ജിനെ പറ്റി സൂറത്തുൽ ബഖറയിലൂടെ നമ്മൾ കടന്നു പോയാൽ നമുക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട കുറേ വിശദീകരണങ്ങൾ കാണാം, ഒരുപാട് ആയത്തുകൾ കാണാം. സൂറത്തുൽ ഹജ്ജ് എന്ന് പറയുന്ന 22-ാം അധ്യായം ഖുർആനിലെ ഒരു അധ്യായം തന്നെയുണ്ട്. അവിടെയും ഹജ്ജിനെ പറ്റി പറയുന്നുണ്ട്. എന്നാൽ നോമ്പിനെ പറ്റിയോ, റമളാനിനെ പറ്റിയോ? ആലോചിച്ച് നോക്ക് നിങ്ങൾ. 4 ആയത്തേ ഉള്ളൂ. 4 ആയത്തേ ഉള്ളൂ. നോമ്പിനെ പറ്റി ഒരു വിശ്വാസി പഠിക്കണമെങ്കിൽ, റമളാനിനെ പറ്റി ഒരു വിശ്വാസി പഠിക്കണമെങ്കിൽ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ ആയത്ത് തുടങ്ങി 187-ാമത്തെ വചനത്തിൽ അവസാനിച്ചു. റമളാനിനെ പറ്റി ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഒരാൾ എന്താണ് റമളാൻ, എന്താണ് പരിശുദ്ധ റമളാൻ, റമളാനിൻ്റെ പവിത്രതയെ, റമളാനിൻ്റെ പ്രാധാന്യത്തെ, റമളാൻ അള്ളാഹു എന്തിനാണ് സംവിധാനിച്ചത്, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം, ആർക്കൊക്കെയാണ് നോമ്പെടുക്കേണ്ടത്, ആർക്കൊക്കെയാണ് ഇളവുള്ളത്, ഇത് പഠിക്കാൻ, ഇത്തികാഫിനെ പറ്റി പഠിക്കാൻ എവിടെയുള്ളത്? സൂറത്തുൽ ബഖറയിലെ 4 വചനം. ഇനി ആർക്കെങ്കിലും നമ്മൾ പറയുന്ന ലൈലത്തുൽ ഖദറിനെ പറ്റി പഠിക്കണമെങ്കിൽ സൂറത്തുൽ ഖദറിലേക്ക് പോകണം. അതല്ലാത്ത ലൈലത്തുൽ ഖദർ അല്ലാത്ത ബാക്കി എല്ലാ കാര്യവും എവിടെ ഉള്ളത്? ഈ സൂറത്തുൽ ബഖറയിലെ 4 ആയത്തിൽ മാത്രം കാണാം. ആലോചിച്ച് നോക്കും നിങ്ങൾ. ആ 4 വചനത്തിലൂടെ നമ്മളൊന്ന് കടന്നു വരി. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ എന്ന് പറഞ്ഞ വചനം നമ്മൾ കേട്ടിട്ടുണ്ടാകും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല ആ വചനം ഇങ്ങനെ തുടങ്ങിയിട്ട് അതിൻ്റെ 186-ാമത്തെ ആയത്ത്, 186-ാമത്തെ ആയത്ത് എന്താ? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. ആലോചിച്ച് നോക്ക് നിങ്ങൾ. സാധാരണ അള്ളാഹുവിനെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറയാൻ അല്ലാഹുവല്ലാത്ത ഒരു മഖ്ലൂക്കിനോടും പ്രാർത്ഥന പാടില്ല, ഇസ്തിഗാസ പാടില്ല എന്നൊക്കെ പറയാൻ നമ്മൾ ഓതിക്കൊടുക്കുന്ന ഒരായത്താണ്. ഈ ആയത്തിന് വേറൊരു മഅന, വേറൊരു ആശയം നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഓർത്തു നോക്കി. എന്താ വേറൊരു ആശയം? സത്യത്തിൽ ഖുർആനിൽ വാ കൊണ്ട് ഒരു അധ്യായം ആരംഭിക്കുകയാണെങ്കിൽ ആ അധ്യായത്തിന് അല്ലെങ്കിൽ വാവ് കൊണ്ട് ആരംഭിക്കുന്നതിന് വാവുൽ ഖസം എന്നാ പറയാ. 1-2 ഉദാഹരണം നോക്കാം. വൽ അസ്ർ,
കാലം തന്നെയാണ് സത്യം. വൽ ആദിയാത്തി കിതച്ചോടുന്നവ തന്നെയാണ് സത്യം. വൽ ഫജ്ർ പ്രഭാതം തന്നെയാണ് സത്യം. വല്ലുഹ പൂർവാനം തന്നെയാണ് സത്യം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ വരുന്ന ഈ ആയത്തിന്റെ തുടക്കം എന്താ? വഇദാ സഅലക, ആ വാവേദാ? അത് സത്യത്തിന്റെ വാവല്ല, വാവുൻ ഇസ്തിഅനാഫിയ എന്നാണ് അതിനെ നഹവിയായിട്ട് അതിൻ്റെ വിശദീകരണം കൊടുത്തത് ഗ്രാമറിൽ. എന്താ ഈ ഇസ്തിഅനാഫിയുടെ പ്രത്യേകത? മുമ്പ് പറഞ്ഞ ഒരു സന്ദർഭത്തോട്, മുമ്പ് പറഞ്ഞ ഒരു കോണ്ടെക്സ്റ്റിനോട്, ഒരു വിഷയത്തോട് യോജിച്ച് വരുന്നൊരു കാര്യമാണ്. മുമ്പ് പറഞ്ഞ കാര്യം എന്താ? നോമ്പുകാരനെ പറ്റിയ. അപ്പൊ ഈ അടിമ ഏതടിമാണ്? സാധാരണക്കാരനായ അടിമല്ല, നോമ്പുകാരനായിരിക്കുന്ന അടിമ, അല്ലെങ്കിൽ നോമ്പിന്റെ പവിത്രതയുള്ള അടിമ. വഇദാ സഅലക ഇബാദി, എന്നോട് എന്നെ പറ്റി എൻ്റെ അടിമ ചോദിച്ചാൽ ആ അടിമയുടെ പ്രത്യേകത എന്താ? നോമ്പുകാരനായിരിക്കുന്ന അടിമ, അല്ലെങ്കിൽ നോമ്പിന്റെ എല്ലാ നന്മയും ചൈതന്യവും തഖ്വയുമുള്ള എൻ്റെ അടിമ. ആ അടിമ എന്നെ വിളിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ അവനോട് അടുത്തവനാണ്, ഞാൻ അവൻ്റെ സമീപസ്ഥമാണ്. അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് അള്ളാഹു നമ്മളോട് പറയാ. ഇനി ആലോചിച്ച് നോക്ക് നിങ്ങൾ, അങ്ങാടിയിലും കവലകളിലും ബാങ്ക് കേട്ട് നമസ്കാരത്തിന് കൃത്യമായി വരാത്ത, ജമാഅത്തിൽ കൃത്യമായി പങ്കെടുക്കാതിരുന്ന ആളുകൾ, ഷഅബാനിൻ്റെയും റജബിൻ്റെയും മാസത്തിലൊക്കെ അങ്ങനെ തള്ളിപ്പോയ ആളുകളോട് സൂറത്തുൽ ബക്കറയിലെ 183 വചനത്തിലൂടെ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിൻ്റെ 187 വചനം എങ്ങനെ അവസാനിക്കുന്നത്? അതിൻ്റെ അവസാന ഭാഗം എന്താ? അങ്ങാടിയിലിരിക്കുന്ന മനുഷ്യനെ അള്ളാഹു പള്ളിയിൽ കൊണ്ടിരുത്തി. വ അൻതും ആകിഫൂന ഫിൽ മസാജിദ്, നിങ്ങൾ അള്ളാഹിൻ്റെ പള്ളിയിൽ ഇത്തികാഫിരിക്കുന്നവരായി. ഇതാ നോമ്പ്, ഇതാണ് പരിശുദ്ധ റമളാൻ. നമസ്കാരത്തിൻ്റെയും ആരാധനയുടെയും കാര്യത്തിൽ ചിട്ടയില്ലാതെ, ഭക്തിയില്ലാതെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ആ ഒരു മാസക്കാലത്ത് അള്ളാഹു പള്ളിയിലേക്ക് കൊണ്ടുവന്നിരുത്തി. രാപ്പകൽ അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇത്തികാഫിരിക്കുന്നവരായി. പക്ഷേ ആ ഇത്തികാഫ് ഇരുന്നത് ശവ്വാലോടുകൂടി അവസാനിപ്പിക്കാനല്ല, അത് നിലനിർത്താനാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ റമളാൻ നമ്മളിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ സമയം എന്ന് പറയുന്നതിനെ ഏറ്റവും കൂടുതൽ പരിശുദ്ധ റമളാനിൽ സമയത്തെ കൃത്യമാക്കാൻ സാധിക്കുന്നവർക്ക് ആ റമളാനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, റമളാനിലെ വിജയി ആരാ? പരിശുദ്ധ റമളാനിലെ വിജയി ആരാ? അത് വലിയ സാമ്പത്തിക വിഭവമുള്ള ആളാണോ? നിങ്ങൾ റമളാനിലെ കോഴിക്കോട് സൗത്ത് ജില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച യോഗത്തിൽ നമ്മൾ റമളാനിൻ്റെ ഒരു വിഭവങ്ങൾ, എങ്ങനെയൊക്കെയാണ് ആഹാരം അത് ക്രമീകരിക്കേണ്ടത്, അതിൻ്റെ ഒരു ലിസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ബ്രദർ നാറ്റിൻ്റെ കൺവീനർ അതിൻ്റെ ഒരു ഇതിങ്ങനെ കൊണ്ടുവന്ന് വായിച്ചു. വായിച്ചപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു, പണക്കാർക്ക് മാത്രം പറ്റുന്ന രൂപത്തിലുള്ള ആളാണ്, കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആരോഗ്യകരമായി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ റമളാനിനെ നമ്മുടെ ജീവിതത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു വലിയ ഭക്ഷണ മര്യാദയിൽപ്പെട്ടൊരു കാര്യമാണ് ഒരാളുടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് 1/3 കഴിക്കുക എന്നുള്ളത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു വലിയ അദബാണത്, മര്യാദയാണത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ റമളാൻ ഇങ്ങ് കടന്നു വരുമ്പം അത് നമ്മുടെ ശീലങ്ങളിൽ ഇടപെടണം, നമ്മുടെ സമയത്തെ ക്രമീകരിക്കാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നോമ്പുകാരൻ്റെ പ്രാർത്ഥന, അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുന്ന ചില സമയങ്ങളെ, സ്ഥലങ്ങളെ, സന്ദർഭങ്ങളെ ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നോമ്പുകാരൻ്റെ പ്രാർത്ഥന അള്ളാഹു തള്ളിക്കളയാത്ത, റദ്ദ് ചെയ്യാത്ത 3 ആളുകളുടെ പ്രാർത്ഥന പറഞ്ഞതിൽ സോയിമിൻ്റെ പ്രാർത്ഥന പറയുന്നുണ്ട്, നോമ്പുകാരൻ്റെ പ്രാർത്ഥന. നേരത്തെ നമ്മൾ പറഞ്ഞ വഇദാ സഅലക ഇബാദി എന്ന ആയത്ത് നിങ്ങൾ അതിലേക്ക് ചേർത്ത് വെക്കുക. നോമ്പുകാരനായിരിക്കുക അള്ളാഹിനോട് പറഞ്ഞാൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. ഇനി ആ പ്രാർത്ഥനയുടെ ചില സമയം പറയുന്നുണ്ട് റമളാനിൽ. അതിലൊന്ന് നമ്മൾ അത്താഴം കഴിച്ച് സുബഹിയിലേക്ക് അടുക്കുന്ന ആ സമയത്തെ പ്രാർത്ഥന, ആ സമയം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 50-ലേറെ ആയത്തുകൾ പാരായണം ചെയ്യാൻ വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എടുക്കുന്ന സമയമാണ് എന്ന് നമുക്ക് വായിക്കാൻ പറ്റും.
ആ സമയത്തെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. നമുക്ക് അങ്ങനെ ആ സമയത്ത് പടച്ച റബ്ബിനോട് പറയാൻ അവനവൻ്റെ പ്രയാസങ്ങളെ, അവനവൻ്റെ പ്രശ്നങ്ങളെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ പറയാൻ സാധിക്കാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇനി നോമ്പ് തുറക്കാനിരിക്കുന്ന സമയം, നോമ്പ് തുറക്കാനിരിക്കുന്ന ഒരു സമയവും സന്ദർഭവും നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ സമയത്തെ നോമ്പുകാരൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട കാര്യമോ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലേക്ക് നോമ്പ് തുറക്കാൻ വിളിച്ച ദിവസത്തിലെയോ കാര്യത്തെ പറ്റിയല്ല. അത് രണ്ടും മാറ്റി നിർത്തി നിങ്ങൾ അതല്ലാത്ത ഈ സമയം എനിക്കും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റാറുണ്ടോയെന്ന്. നോമ്പുകാരൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നതാണ്. ആ നോമ്പ് തുറക്കാനിരിക്കുന്ന സമയം, പരിശുദ്ധ റമളാനിലേക്ക് നമ്മൾ കടക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ വളരെ കുറച്ച് മാത്രം ആലോചിക്കുകയും കുറച്ച് മാത്രം ചിന്തിക്കുകയും കുറച്ച് മാത്രം ആവശ്യമുള്ളതുമായ ഒരു കാര്യത ഭക്ഷണമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന എന്തിനാ? ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്ന എന്തിനാ? ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഞാൻ പള്ളിയുടെ പേര് പറയുന്നില്ല. ആ പള്ളിയിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് തറാവിക്ക് ശേഷം 9:30 തറാവിയ നമസ്കാരം കഴിയും. അതിന് ശേഷം 20-25 മിനിറ്റ് ക്ലാസ് ഉണ്ടാകും. അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് എത്താൻ കേവലം 10 മിനിറ്റ് വേണ്ട ബൈക്കിൽ. കഴിഞ്ഞ റമളാനിൽ അവിടെ ക്ലാസ് കഴിഞ്ഞു, ബീച്ചിൻ്റെ പരിസരത്താണ്. ക്ലാസ് കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് എത്താൻ 25-ലേറെ മിനിറ്റ് സമയം ഞാൻ എടുത്തു. എന്താ? റോഡിലൂടെ നടന്നും ഇരുന്നുമൊക്കെ മുസ്ലിം ഉമ്മത്ത് റമളാനിൽ നടന്ന് തിന്നു തീർക്കുന്ന ഒരു സാഹചര്യം കാണാൻ പറ്റും. ആലോചിച്ച് നോക്കും നിങ്ങൾ. സൂറത്തു ത്വാഹയിൽ 20-ാം അധ്യായം സൂറത്തു ത്വാഹയിൽ അള്ളാഹുവിൻ്റെ കോപമിറങ്ങും എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എന്തിലാണ് അള്ളാഹുവിൻ്റെ കോപമിറങ്ങുന്നത്? അള്ളാഹു നമ്മളോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു, വിഭവങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറഞ്ഞു, ത്വയ്യിബാത്തായ ഹലാലായ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു വലാ തതഗൗ, നിങ്ങൾ അതിൽ അതിരുകടക്കരുത്. അങ്ങനെ അതിരുകടന്നാൽ, ഭക്ഷണത്തിൽ വിഭവങ്ങളിൽ അമിതത്വം കാണിച്ചാൽ, ധൂർത്ത് കാണിച്ചാൽ, അള്ളാഹുവിൻ്റെ ഫയഹില്ലു അലൈക്കും ഗളബി, എൻ്റെ കോപം അവരിലേക്ക് ഇറങ്ങും. ആലോചിച്ച് നോക്ക് നിങ്ങൾ. എന്തായിരിക്കും ആ കോപം? അള്ളാഹുവിൻ്റെ കോപം എന്തായിരിക്കും? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പോലും പ്രയാസപ്പെടുന്ന ആളുകളെ പറ്റി വാർത്തകളിലൂടെ, ഒരുപക്ഷെ വാർത്തകളേക്കാൾ അപ്പുറം സോഷ്യൽ മീഡിയകളിലൂടെ, റീൽസുകളിലൂടെ നമ്മളിന്ന് കാണുന്നുണ്ടാകും. അവിടെയാണ് പരിശുദ്ധ റമളാനിനെ ഭക്ഷണ വിഭവത്തിൻ്റെ വലിയ മാമാങ്കമായി തീർക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റുന്നത്. അള്ളാഹുവിൻ്റെ കോപമിറങ്ങുമെന്ന് പറഞ്ഞത് അല്ലേ, അള്ളാഹു പഠിപ്പിച്ച, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഭക്ഷണ രീതിയുടെ അദബിൻ്റെ മര്യാദ പാലിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ്. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഒരു സാങ്കല്പിക കഥ പറയാറുണ്ട്, യാഥാർത്ഥ്യം ഒരു സാങ്കല്പിക കഥ. റമളാൻ നിർബന്ധമാക്കപ്പെട്ട സാഹചര്യത്തിൽ കുറച്ച് ആളുകൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോയിന്ന ഒരു സാങ്കല്പിക കഥയാണ്. റബ്ബിൻ്റെ അടുക്കലേക്ക് പോയി, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക്. അള്ളാഹുവിനോട് സംസാരിക്കാണ്. എന്താ സംസാരം? സുബൈ മുതൽ മഗ്രിബ് വരെയാണല്ലോ ഒന്നും കഴിക്കാൻ പാടില്ലാത്തത്, ഒന്നും കുടിക്കാൻ പാടില്ലാത്തത്. അപ്പോൾ അവർ ചോദിച്ചു അത്രേ, ലോഹർ നമസ്കാരം കഴിഞ്ഞാൽ കുറച്ചെന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ? അള്ളാഹു വേണ്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കുടിക്കാൻ പറ്റുമോ? അള്ളാഹു പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, എന്നാൽ അസർ കഴിഞ്ഞിട്ടാണെങ്കിലോ? ഒന്ന് റെഡിയാകാനാണ്, അപ്പോൾ അതിനും അള്ളാഹു പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നിലക്കും സുബൈ മുതൽ മഗ്രിബ് വരെ ഒന്നും പാടില്ല എന്ന് അള്ളാഹു തീർത്തു പറഞ്ഞപ്പം അവിടെ ചെന്ന ആ സാങ്കല്പിക കഥയിൽ പറയുന്ന ആളുകൾ അള്ളാഹിനോട് പറഞ്ഞത്രേ, മഗ്രിബ് കഴിഞ്ഞാൽ സുബൈ വരെ സമയമല്ലേ? അള്ളാഹു പറഞ്ഞ സമയമുണ്ട്, ഇന്ന് നമ്മൾ കാണിച്ചു തരാമെന്ന്. ആ കാണിച്ചു കൊടുക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കുക നിങ്ങൾ. ആ കാണിച്ചു കൊടുക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മഗ്രിബിന് ശേഷം സുബൈ വരെയുള്ളത് ആലോചിച്ച് നോക്കുക നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച തറാവിയ നമസ്കാരത്തിൻ്റെ ആ നമസ്കാരത്തിലേക്ക് പോലും പ്രാർത്ഥനയോടുകൂടി നിർവഹിക്കേണ്ടുന്ന ഒരു ആരാധന എത്ര ആലസ്യത്തോടുകൂടി തീർന്നു പോകാറുണ്ട്. അതുവരെ നമ്മൾ ടൈം ടു വെച്ചില്ലേ, ആരാധനക്കൊക്കെ നമുക്ക് സമയമുണ്ട്. ആലോചിച്ച് നോക്ക് നിങ്ങൾ അല്ലേ. ഇശാ നമസ്കാരത്തിന് ശേഷം തറാവിയ 8:45 ആരംഭിച്ചാൽ 9:30 അവസാനിക്കണം. 9:30 അപ്പുറം കിടക്കാൻ പാടില്ല. 9:30 അപ്പുറം കിടക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാനും നിങ്ങളൊക്കെ ജീവിതത്തിൽ ദിനേന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ അതിൽ നമുക്ക് ഒരിക്കലും ക്ഷീണവും ഇല്ല, ഒരിക്കലും പ്രയാസവും ഇല്ല, ഒരിക്കലും ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു കാര്യം.
അപ്പോൾ നിങ്ങൾ വെറുതെ കൈയെടുത്തിട്ട് ഇങ്ങനെ ആക്കി നോക്കി, കൈ ഇങ്ങനെ ആക്കിയാൽ ഒരാൾ 100 വട്ടം ആക്കിയാൽ എന്താവും? ക്ഷീണം പിടിക്കും അല്ലേ? 100 തവണ അങ്ങനെ ആക്കിയാൽ എന്താവും? ക്ഷീണം പിടിക്കും. എന്നാൽ ഇത് നേരെ തിരിച്ച് ഇങ്ങോട്ടാക്കിയാലോ? ആലോചിച്ച് നോക്ക് നിങ്ങൾ. എന്തെങ്കിലും അടുപ്പുണ്ടാകോ? എന്തെങ്കിലും ക്ഷീണം ഉണ്ടാകോ? ഒരു പ്രയാസവും ഇല്ല. അപ്പോൾ റമളാൻ എന്നത് അത് വിഭവത്തിൻ്റെ മാസമല്ല, അത് വയറുമായി ബന്ധപ്പെട്ട ഒരു ആരാധനയല്ല. അത് റമളാനിൻ്റെ ഭാഗം മാത്രം, ഒരു ജുസ് മാത്ര, ഒരു പാർട്ട് മാത്ര. റമളാൻ ഇടപെടേണ്ടത് എവിടെയാ? നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ സമയത്തെ അത് അള്ളാഹുവിന് ഉപയോഗപ്പെടുത്തുന്ന രൂപത്തിലേക്ക് റമളാനിനെ എത്തിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. കഴിഞ്ഞ റമളാനിൽ അവസാന സമയത്ത് എനിക്ക് ഒരാളൊരു വീഡിയോ അയച്ചു തന്നു. ഒരു എറണാകുളം ജില്ലയിലെ ഒരു ഹോട്ടലുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അവിടത്തേക്ക് ഒരു 4-5 ചെറുപ്പക്കാർ വ്ളോഗർമാർ ചെന്നു. ആ വ്ളോഗർമാർ ചെന്നിട്ട് അവർ 2400 രൂപയേറ്റോ അവർക്കുള്ള വിഭവത്തിനുള്ള എന്തോ അൺലിമിറ്റഡ് നോമ്പ് തുറയാണ്. ആലോചിച്ച് നോക്ക് നിങ്ങൾ. നോമ്പ് തുറ പോലും എന്താണ് അൺലിമിറ്റഡായി കാണുന്ന ഒരു കാലഘട്ടവും സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെയാണ് പരിശുദ്ധ റമളാൻ നമ്മളിലേക്ക് വരുമ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു അസുലഭമായ സമയമാണ്. അള്ളാഹു തെരഞ്ഞെടുത്ത് എനിക്കും നിങ്ങൾക്കും തരുന്നതാണ്. ആ സമയത്തെ ആരാധനകൾ കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ഇബാദത്തിനെ കൃത്യമായി നിർവഹിച്ചുകൊണ്ടും മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ 605 പേജ് സാധാരണ ഒരു മുസ്ഹഫ് വരുള്ളൂ. ഇത് ഓതി തീർക്കാൻ എത്ര സമയം വേണം? എത്ര സമയം വേണം? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു തവണ ഖത്മ തീർക്കുന്ന, 2 തവണ ഖത്മ തീർക്കുന്ന എത്ര പേരുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ? ഖുർആൻ പാരായണം ചെയ്യുന്ന, പരിശുദ്ധ റമളാനിൻ്റെ എല്ലാ നന്മയും ഖുർആനല്ലേ, ആ ഖുർആനിലേക്ക് അടുക്കുന്ന, നമ്മൾ ഈ റമളാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പം ഇതാ ഇത്ര തവണ ഞാൻ ഖത്മ തീർക്കും എന്ന് ആലോചിക്കാൻ, എന്ന് നെയ്യത്ത് വെക്കാൻ, അതോടൊപ്പം തന്നെ ഒരു സൂറത്ത്, ഏതെങ്കിലും ഒരു സൂറത്ത് അത് ഞാൻ മനഃപ്പാഠമാക്കും, ഏതെങ്കിലും ഒരു സൂറത്ത് അതിൻ്റെ പരിഭാഷയടക്കം ഞാൻ വായിച്ചു തീർക്കും. ഇങ്ങനെയാ റമളാനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് പ്രിയമുള്ളവരെ. ഇങ്ങനെയൊക്കെ റമളാനെ ഉപയോഗപ്പെടുത്തുന്നവരും വായിക്കുന്നവരും പഠിക്കുന്നവരൊക്കെ ഉണ്ട്. കഴിഞ്ഞ റമളാൻ കഴിഞ്ഞ ഉടനെ ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞൊരു സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അമാനി മൗലവിയുടെ തഫ്സീർ മുഴുവൻ വായിച്ചു എന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു. അമാനി മൗലവിയുടെ പരിഭാഷ മുഴുവൻ വായിച്ചു തീർത്തു. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഒരു റമളാനിൽ ഖുർആന്റെ പരിഭാഷ വായിച്ചു തീർത്തു. ഖുർആൻ ഓതി തീർത്തല്ല, അതിൻ്റെ അർത്ഥവും വിശദീകരണവും ആശയവും വായിച്ചു തീർത്തു. ആലോചിച്ച് നോക്ക്. നമ്മൾ സമയത്തെ ക്രമീകരിച്ചാൽ, സമയത്തെ നമ്മൾ കൃത്യമായി അടയാളപ്പെടുത്തി ഓരോ സമയത്തെയും ആ ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചാൽ നമുക്ക് റമളാനെ നന്നായി ഉപയോഗപ്പെടുത്താൻ പറ്റും. അത് ഉറക്കിൻ്റെയും ക്ഷീണത്തിൻ്റെതുമായി മാറുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുക. അതിനെ ഈ അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ ആ റമളാൻ ഏറ്റവും നല്ലൊരു റമളാനായിട്ട് പ്രിയമുള്ളവരെ മാറും.